ഈ അടുത്ത് മുൻ ഗവൺമെൻറ് ലീഡറായിരുന്ന ഒരു അഭിഭാഷകൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ ഒരു ലൈംഗിക ആരോപണ കേസിൽ കുറ്റാരോപിതൻ ആയിരുന്നു എന്ന ഒറ്റ കാരണത്താൽ ആ ആത്മഹത്യയുടെ കാരണങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല. ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെയും ഭാര്യയുടെയും ഒരു വീഡിയോ പുറത്തു വരുന്നു. അവർ ഒരു കുടുംബത്തിൻ്റെ മുന്നിൽ നിന്ന് കൈകൂപ്പി മാപ്പ് പറയുന്നു. ഈ മാപ്പ് പറയുന്നതിനോടൊപ്പം അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ ആത്മഹത്യ ചെയ്ത അഭിഭാഷകനെ അസഭ്യം പറയുന്നു, ചീത്ത വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇതിന് ദിവസങ്ങൾക്ക് ശേഷം അഭിഭാഷകൻ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ ഒരു റേപ്പ് കേസിൽ കുറ്റാരോപിതനായതുകൊണ്ട് മാത്രം അയാളെയും അയാളുടെ കുടുംബത്തെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താനോ ടോർച്ചർ ചെയ്യാനോ നമ്മുടെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നുണ്ടോ? ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വിഷയമാണിത്. എന്നാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇന്നലെ ഈ ആത്മഹത്യയ്ക്ക് കാരണക്കാരനായ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തു വരുന്ന വാർത്തകൾ, നമ്മളെല്ലാവരും കണ്ട വീഡിയോ പുറത്തുവിടുമെന്നും കേസ് കൊടുക്കുമെന്നും ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ പ്രതിയായി ജാമ്യം കിട്ടിയ മറ്റൊരു കേസിൽ ജാമ്യം റദ്ദ് ചെയ്യാൻ ഈ വീഡിയോ കൊണ്ട് കഴിയുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു, പണം ആവശ്യപ്പെടുന്നു. ഇതെല്ലാം പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. ഇത്തരത്തിൽ അഭിഭാഷകൻ തെറ്റ് ചെയ്തതിന് ശേഷം കൈകൂപ്പി നിന്ന് മാപ്പ് പറഞ്ഞ വീഡിയോ പുറത്തു വന്നതിൻ്റെ ആത്മവ്യഥയിലാണ് ആ അഭിഭാഷകൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് പൊതുസമൂഹം വിശ്വസിച്ചത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. അഭിഭാഷകനെയും കുടുംബത്തിനെയും വിളിച്ചു വരുത്തിയതിനു ശേഷം ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ടോർച്ചർ ചെയ്യുന്നു, അയാളെ അസഭ്യം പറയുന്നു. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കൈവശം വെച്ചതിന് ശേഷം